ഹലോ എവരി വൺ, എല്ലാവർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുക ഈ വീഡിയോയിൽ. പിന്നെ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ മാക്സിമം സ്റ്റാറ്റിക് ജി കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. എൻ്റെ ക്ലാസ്സസ് റെഗുലറായിട്ട് കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എക്സാമിന് ഉപകാരപ്പെടും. എൻ്റെ കറണ്ട് അഫയേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് കാണുക, എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുക. നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കാഠ്മണ്ഡു ഡൈലമ, റീസെറ്റിംഗ് ഇന്ത്യ നേപ്പാൾ ടൈസ്, ബുക്ക് ബൈ ഫോർമർ അംബാസഡർ രഞ്ജിത്ത് റേ. As Ranjit Ray, himself a former Indian ambassador to Nepal, writes in his maiden book Kathmandu Dilemma, Resetting India-Nepal Ties, some of them behaved as viceroys. അപ്പോൾ ആ ബുക്കിൻ്റെ പേരാണ് കാഠ്മണ്ഡു ഡൈലമ റീസെൻറ്റിങ് ഇന്ത്യ നേപ്പാൾ ടൈസ്. അപ്പോൾ ഇന്ത്യ നേപ്പാൾ ടൈസ് അത് എഴുതിയിരിക്കുന്നത് ഫോർമർ ഇന്ത്യൻ അംബാസഡർ ടു നേപ്പാളായ രഞ്ജിത്ത് റേ ആണ്. അത് അതിൻ്റെ ഓതർ. നേപ്പാൾ വാസ് ഡിക്ലെയർഡ് എ ഹിന്ദു സ്റ്റേറ്റ് ഓൺലി ഇൻ 1962 ബൈ കിങ് മഹേന്ദ്ര. അത് വീണ്ടും സെക്കുലർ സ്റ്റേറ്റായി മാറുകയും ചെയ്തു. നേപ്പാൾ 1962 കിങ് മഹേന്ദ്ര നേപ്പാളിനെ ഹിന്ദു സ്റ്റേറ്റാക്കി മാറ്റിയത്. ബുക്കിൻ്റെ പേരാണ് കാഠ്മണ്ഡു ഡൈലമ റീസെറ്റിംഗ് ഇന്ത്യ നേപ്പാൾ ടൈസ്. രഞ്ജിത്ത് റേ ആണ് അതിൻ്റെ ഓതർ. അടുത്ത ന്യൂസ്, ദ ഫ്രാക്ചേർഡ് ഹിമാലയ, ഹൗ ദ പാസ്റ്റ് ഷാഡോസ് ദ പ്രസൻറ്റ് ഇൻ ഇന്ത്യ ചൈന റിലേഷൻസ്, ഫോർത്ത് കമ്മിങ് ബുക്ക് ബൈ നിരുപമ റാവു. നിരുപമ റാവുടെ അടുത്ത ബുക്കാണ്, വരാൻ പോകുന്ന ബുക്കാണ് ദ ഫ്രാക്ചേർഡ് ഹിമാലയ, ഹൗ ദ പാസ്റ്റ് ഷാഡോസ് ദ പ്രസൻറ്റ് ഇൻ ഇന്ത്യ ചൈന റിലേഷൻസ്. അതാണ് ആ ബുക്കിൻ്റെ പേര്. നിരുപമ റാവു ഫോർമർ ഫോറിൻ സെക്രട്ടറി ആണ് നിരുപമ റാവു. Next news, The Long Game, How the Chinese Negotiate with India by Vijay Gokhale. അപ്പോൾ in his new book, The Long Game, How the Chinese Negotiate with India, former Foreign Secretary of India Vijay Gokhale unpacks the dynamics of India-China relations through the prism of 6 historical and recent events. അപ്പോൾ ബുക്കിൻ്റെ പേരാണ്, പുതിയൊരു ബുക്കിൻ്റെ പേരാണ് ലോങ് ഗെയിം, ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ. അത് എഴുതിയ ഓതർ വിജയ് ഗോഖലെയാണ്. വിജയ് ഗോഖലെ എഴുതിയ ബുക്കാണ്. വിജയ് ഗോഖലെ ഫോർമർ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വിജയ് ഗോഖലെയുടെ ഫസ്റ്റ് ബുക്കിൻ്റെ പേരാണ് ടിയാനാൻമെൻ സ്ക്വയർ, ദ മേക്കിംഗ് ഓഫ് എ പ്രൊട്ടസ്റ്റ്. അത് പബ്ലിഷ് ചെയ്തത് ഈ മാസം തന്നെയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് പബ്ലിഷ് ആയത്. Next news, former UK Prime Minister Gordon Brown appointed World Health Organization Ambassador for Global Health Financing. World Health Organizationൻ്റെ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ്ങിൻ്റെ UK പ്രൈം മിനിസ്റ്റർ ഗോർഡൻ ബ്രൗണിനെ അപ്പോയിൻറ്റ് ചെയ്തു അംബാസഡറായിട്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അംബാസഡർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ്. ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ്ങിൻ്റെ അംബാസഡറായിട്ട് ഫോർമർ UK പ്രൈം മിനിസ്റ്ററായ ഗോർഡൻ ബ്രൗണിനെ അപ്പോയിൻറ്റ് ചെയ്തു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് WHO കുറച്ച് സ്റ്റാറ്റിക് ജി കെ നോക്കാം. WHO ഫൗണ്ട് ചെയ്തത് 7th April 1948 WHO ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡിലത്തെ ജനീവയിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഡയറക്ടർ ജനറൽ, ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദനോം ഗബ്രിയേഷൂസ് ആണ്. അടുത്ത ന്യൂസ്, WFP ICRI SAT to partner on climate resilient food security, nutrition, livelihood. The United Nations World Food Program, United Nations World Food Program and International Crops Research Institute for Semi-Arid Tropics will partner on programs and research to improve food, nutritional security and livelihoods in India. അപ്പോൾ ഫുഡ്, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി അതേപോലെ ലൈവ്ലിഹുഡ്സിനെയൊക്കെ കുറിച്ച് റിസർച്ച്, പാർട്ട്ണർ ഓൺ പ്രോഗ്രാംസ് ആൻഡ് റിസർച്ച് ടു ഇംപ്രൂവ്, ഈ ഫുഡിൻ്റെ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി അതേപോലെ ലൈവ്ലിഹുഡിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. WFP അതായത് വേൾഡ് ഫുഡ് പ്രോഗ്രാമും ICRI SAT അതായത് ഇൻ്റർനാഷണൽ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെമി ആരിഡ് ട്രോപ്പിക്സ്
അവരും പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് ഓൺ ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഫുഡ് സെക്യൂരിറ്റി ന്യൂട്രീഷൻ ആൻഡ് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്. ദിസ് ഇസ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ WFP ആൻഡ് ICRISAT as both are aligned by their vision of a food security especially for the poor. അപ്പോൾ പുവറായിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് സെക്യൂരിറ്റി, അവരുടെ ഫുഡ് സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു WFPയും ICRISATയും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ WFP ICRISAT ഇക്രിസാറ്റിൻ്റെയും കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. ICRISAT എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെമി ആരിഡ് ട്രോപ്പിക്സ് ആണ്. അത് ഫൗണ്ട് ചെയ്തത് 1972 ഇക്രിസാറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പതൻചെരുവു തെലുങ്കാനയിലത്തെ പതൻചെരുവിലാണ് ICRISATയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥൻ, C. ഫ്രെഡ് ബെൻറ്റ്ലി, പിന്നെ റാൽഫ് കമ്മിങ്സ്, ഇവരാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ്. പിന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ സ്റ്റാറ്റിക് GK പറയുന്നത്. അതിനെ ഫൗണ്ടഡ് ഓൺ 1961 ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോം, ഇറ്റലിയിലത്തെ റോമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ ഹെഡ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഡേവിഡ് ബീസ്ലി. നെക്സ്റ്റ് ന്യൂസ്, BJP MP സുബ്രഹ്മണ്യൻ സ്വാമീസ് ബുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ഹാസ് പബ്ലിഷ്ഡ് ഹിസ് ന്യൂ ബുക്ക് ടൈറ്റിൽഡ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ. അപ്പോൾ പബ്ലിഷ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ ഓതേർഡ് ബൈ ആരാണെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ സ്വാമീസ് ബുക്കാണ്. സോ ബുക്ക് ഡീൽസ് വിത്ത് ദ മെമ്മറീസ് ഓഫ് ഫേമസ് കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്കിംഗ് കേസ് ഓഫ് 1999. അപ്പോൾ 1999 ഉണ്ടായ കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്കിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള മെമ്മറീസാണ് ഈ ബുക്കിൽ ഉള്ളത്. സോ നെക്സ്റ്റ് ന്യൂസ്, IIT ബോംബെ ലോഞ്ചസ് പ്രൊജക്ട് ഉഡാൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ ഫോർ non-English speakers. So Project Udan, a donation-based project, is an end-to-end ecosystem which translates scientific and technical content from English to Hindi and all other Indian languages. So IIT ബോംബെ പ്രൊജക്ട് ഉഡാൻ ലോഞ്ച് ചെയ്തു. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ ആണ് ഫോർ non-English speakers. ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾക്കാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രൊജക്ട് ഉദാൻ എന്ന് പറയുന്നത്. പ്രൊജക്ട് എയിംസ് ടു ട്രാൻസ്ലേറ്റ് 500 എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ഇൻ 1 year. അപ്പോൾ 500 എഞ്ചിനീയറിംഗ് ടെക്സ്റ്റിനെ അടുത്തൊരു വർഷത്തിൽ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, പീസ് മിഷൻ 2021, ഇന്ത്യ ടേക്സ് പാർട്ട് ഇൻ SCO, അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ഇൻ റഷ്യ. അപ്പോൾ ഇന്ത്യ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൽ, റഷ്യയിലത്തെ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൽ പങ്കെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പീസ് മിഷൻ 2021. സോ ഇന്ത്യ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ 6th edition ഓഫ് മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസ് ഓർഗനൈസ്ഡ് ബൈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇൻ റഷ്യാസ് ഒറിഗോൺ റീജിയൻ. റഷ്യയിലത്തെ ഒറിഗോൺ റീജിയനിൽ വെച്ച് നടന്ന ആ എക്സസൈസിൽ ഇന്ത്യ പങ്കെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ന്യൂസ്, ARAI സൈൻസ് MOU വിത്ത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ടു മാനുഫാക്ചർ ഇൻഡിജീനിയസ് ചാർജേഴ്സ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടി ഇൻഡിജീനിയസ് ചാർജേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ ARAI ഭാരത് ഇലക്ട്രോണിക്സുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ARAIയുടെ ഫുൾ ഫോമാണ് അവരുടെ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഹാസ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ചാർജർ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ് കൺസിഡറിങ് ദ നീഡ് ടു ബൂസ്റ്റ് ദ ചാർജിങ് മെക്കാനിസം ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ദ കൺട്രി. അപ്പോൾ ചാർജിങ് ഇലക്ട്രിക് വെഹിക്കിൾസ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ARAI ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. മാനുഫാക്ചർ ഇൻഡിജിനസ് ചാർജേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ, ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇൻഡിജിനസ് ചാർജേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ ARAI എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അസോസിയേഷനാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലത്തെ പൂനെയിലാണ് ARAIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. സോ നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ടൈസ് അപ്പ് വിത്ത് ടാറ്റ AIG ആൻഡ് ബജാജ് അലയൻസ് ഫോർ നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ടാറ്റ AIGയും അതേപോലെ ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്.
സോ ടൈപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അനൗൺസ്ഡ് എ സ്ട്രാറ്റജിക് അലയൻസ് വിത്ത് ടാറ്റ AIG ജനറൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ് അക്രോസ് ദ കൺട്രി. ആസ് പാർട്ട് ഓഫ് ദ അലയൻസ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വിൽ സ്ട്രൈവ് ടു മേക്ക് അവൈലബിൾ അഫോർഡബിൾ ഇൻഷുറൻസ് പ്രോഡക്ട്സ് ത്രൂ ഇറ്റ്സ് റോബസ്റ്റ് നെറ്റ്വർക്ക് of 650 branches and over 136,000 banking access points to citizens at large. India Post Payments Bank, a public limited company wholly owned by Government of India. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ആണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇപ്പോൾ ടാറ്റ AIGയും അതേപോലെ ബജാജ് അലയൻസുമായിട്ട് ഒരു ടൈപ്പ് നടത്തിയിരിക്കുകയാണ്. അത് നോൺ ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ബാക്കിയുള്ള ഇൻഷുറൻസ് പ്രോഡക്ട്സിൻ്റെ ഒരു ബൂസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഫസ്റ്റ് നമുക്ക് നോക്കാം അതിൻ്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ഫൗണ്ട് ചെയ്തത് 1 സെപ്റ്റംബർ 2018 ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ CEO J. വെങ്കട്ടരമണു ആണ്. നെക്സ്റ്റ് ടാറ്റ AIG ഫൗണ്ട് ചെയ്തത് 2001 ടാറ്റ AIGയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ടാറ്റ AIG CEO നീലേഷ് ഗർഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. അത് ഫൗണ്ട് ചെയ്തത് 2001 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പൂനെ, മഹാരാഷ്ട്രയിലത്തെ പൂനെയിലാണ്. പിന്നെ അതിൻ്റെ CEO തപൻ സിംഘലാണ്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൊളാബറേറ്റ്സ് വിത്ത് ഓട്ടോമേഷൻ എനിവേർ ടു ആക്സിലറേറ്റ് ഓട്ടോമേഷൻ. സോ ഓട്ടോമേഷനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓട്ടോമേഷൻ എനിവെയർ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓട്ടോമേഷൻ എനിവെയർ, എ ഗ്ലോബൽ ലീഡർ ഇൻ റോബോട്ടിക്സ് പ്രോസസ് ഓട്ടോമേഷൻ, അനൗൺസ്ഡ് എ കൊളാബറേഷൻ വിത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, the first oil marketing company in India to speed and scale automation to drive increased innovation across its 30,000 employee organization. സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ് ഓട്ടോമേഷൻ എനിവെയർ ആയിട്ട് ടു ആക്സിലറേറ്റ് ഓട്ടോമേഷനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ നടന്നിരിക്കുന്നത്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഓട്ടോമേഷൻ എനിവെയറും. സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും ഓട്ടോമേഷൻ എനിവെയറിൻ്റെയും കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഫസ്റ്റ് ഫൗണ്ടഡ് ഓൺ 30th June 1959 അത് ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ചെയർപേഴ്സൺ ശ്രീകാന്ത് മാധവ് വൈദ്യയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ. പിന്നെ ഓട്ടോമേഷൻ എനിവെയർ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സാൻജോസ് കാലിഫോർണിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓട്ടോമേഷൻ എനിവെയർ. അതിൻ്റെ CEO മിഹിർ ശുക്ലയാണ്. നെക്സ്റ്റ് ന്യൂസ്, BPCL SBI കാർഡ്, BPCL ആൻഡ് SBI കാർഡ് ലോഞ്ച് co-branded റൂപേ കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ റൂപേ കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തു. ബ്രാൻഡഡ് ആയിട്ടുള്ള റൂപേ കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തത് BPCLും അതേപോലെ SBI കാർഡും കൂടിയാണ്. SBI കാർഡ് ഒരു വേറെ കമ്പനിയാണ്, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ കാർഡ് അത് വേറൊരു കമ്പനിയാണ്, SBI അല്ല. സോ അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റാറ്റിക് GKയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ fuel retailer BPCL and SBI card announced the launch of a co-branded RuPay contactless credit card offering fuel and other benefits. Bharat Petroleum Corporation Limited, BPCL full form ആണ് Bharat Petroleum Corporation Limited and SBI card have joined hands to launch BPCL SBI card co-branded RuPay contactless credit card. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തു. സോ BPCL ഭാരത് പെട്രോളിയം ആണ്. അതിൻ്റെ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുന്നത് 1952 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഭാരത് പെട്രോളിയത്തിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അരുൺ കുമാർ സിംഗ് ആണ്. പിന്നെ SBIയുടെ സ്റ്റാറ്റിക് GK നോക്കാം. SBI കാർഡ് ഫൗണ്ടഡ് 1998 SBI കാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുരുഗ്രാം ഹരിയാനയിലാണ്. SBI കാർഡിൻ്റെ CEO രാമമോഹൻ റാവു അമരയാണ് SBI കാർഡിൻ്റെ CEO. സോ നെക്സ്റ്റ് ന്യൂസ്, ആപ്പിൾ co-founder സ്റ്റീവ് വോസ്നിയാക്ക് ലോഞ്ചസ് സ്പേസ് സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് ഇയർ. സോ ആപ്പിൾ co-founderആയ സ്റ്റീവ് വോസ്നിയാക്ക് സ്പേസ് സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് ഇയർ ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആപ്പിൾസ് co-creator സ്റ്റീവ് വോസ്നിയാക്ക് ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ സ്പേസ് സ്റ്റാർട്ടപ്പ് കോൾഡ് പ്രൈവറ്റ് ഇയർ സ്പേസ്, bringing potential competition to a field dominated by billionaires Elon Musk, Jeff Bezos and Richard Branson. സോ ആപ്പിൾ co-founder സ്റ്റീവ് വോസ്നിയാക്ക് ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് ഇയർ സ്പേസ്
കൊണ്ടുവരാൻ തീരുമാനിക്കല്ല, കൊണ്ടുവന്നു, ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ന്യൂസ്, സ്കൈറൂട്ട് എയറോസ്പേസ് ബിക്കംസ് ഫസ്റ്റ് സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ടു ഫോർമലി എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ISRO. അപ്പോൾ ISRO ആയിട്ട് ഫോർമലായിട്ട് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായി സ്കൈറൂട്ട് എയറോസ്പേസ്. ഒരു ഹൈദരാബാദ് ബേസ്ഡ് സ്പേസ് ടെക്നോളജി സ്റ്റാർട്ടപ്പാണ് സ്കൈറൂട്ട് എയറോബേസ്. സോ ISRO ആയിട്ടാണ് എഗ്രിമെൻറ്റിൽ വന്നത്. സോ ISROൻ്റെ കുറച്ച് സ്ട്രാറ്റജിക്ക് നമുക്ക് നോക്കാം. ISRO ഫൗണ്ട് ചെയ്തത് 15 ഓഗസ്റ്റ് 1969 ISROൻ്റെ ഫൗണ്ടർ വിക്രം സാരാഭായി ആണ്. ISROൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ്. ISRO ഡയറക്ടർ കൈലാസ വാഡിവു ശിവൻ ആണ് ഡയറക്ടർ ഓഫ് ISRO. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ആൻഡ് US ലോഞ്ച് ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ഫിനാൻസ് മൊബിലൈസേഷൻ ഡയലോഗ്. അപ്പോൾ ഇന്ത്യയും US കൂടിയിട്ട് ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ഫിനാൻസ് മൊബിലൈസേഷൻ ഡയലോഗ് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോഞ്ച്ഡ് ദ ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ഫിനാൻസ് മൊബിലൈസേഷൻ ഡയലോഗ്. Climate Action and Finance Mobilization Dialogue is one of the two tracks of India-US Climate and Clean Energy Agenda 2030 partnership launched at the Leaders Summit on Climate in April 2021 by Prime Minister Narendra Modi and US President Joseph Biden. Major pillars are defense, security, energy, technology, education and healthcare. സോ നെക്സ്റ്റ് ന്യൂസ്, സിംബാബ്വെ ബാറ്റ്സ്മാനായ ബ്രണ്ടൻ ടൈലർ റിട്ടയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും. സോ സിംബാബ്വെയുടെ ക്യാപിറ്റലാണ് ഹരാരെ, കറൻസിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ, അതേപോലെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റും അവരുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറാണ് അവരുടെ കറൻസി. പിന്നെ നെക്സ്റ്റ് ന്യൂസ്, OP ജിന്ദൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി അനൗൺസസ് സോളി ജെ സൊറാബ്ജി എൻഡോമെൻറ്റ് അവാർഡ് സ്കോളർഷിപ്പ് ഫോർ ലോ സ്റ്റുഡൻസ്. അപ്പോൾ OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സോളി ജെ സൊറാബ്ജി എൻഡോമെൻറ്റ് അവാർഡ് അനൗൺസ് ചെയ്തു. സ്കോളർഷിപ്പ് ഫോർ ലോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ് ആ ഒരു അവാർഡ്. സോ OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ സോളി ജെ സൊറാബ്ജി എൻഡോമെൻറ്റ് അവാർഡ് ആൻഡ് സ്കോളർഷിപ്പ്. ആ അവാർഡും സ്കോളർഷിപ്പും അവർ അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് അവാർഡ് ആൻഡ് സ്കോളർഷിപ്പ് വിൽ ബി അവാർഡഡ് ആനുവലി ടു എ ഡിസർവിംഗ് സ്റ്റുഡൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലോ. അപ്പോൾ ഈ ഫീൽഡിലുള്ള ഒരു സ്റ്റുഡൻറ്റിനാണ് ആ ഒരു അവാർഡും സ്കോളർഷിപ്പും ലഭിക്കുക. ഓഫേർഡ് ആസ് പാർട്ട് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് അറ്റ് ജിൻഡൽ ഗ്ലോബൽ ലോ സ്കൂൾ. ദ അവാർഡ് വിൽ ബി അനൗൺസ്ഡ് ഓൺ March 9 എവറി ഇയർ. ബർത്ത് ആനിവേഴ്സറി ഓഫ് സോജിയുടെ ബർത്ത് ആനിവേഴ്സറിയാണ് March 9 അന്നാണ് ഈ അവാർഡ് അനൗൺസ് ചെയ്യുക. സോളി സോറാബ്ജി വാസ് എ ചാമ്പ്യൻ ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ചാമ്പ്യൻ ആയിരുന്നു സോളി സൊറാബ്ജി. നെക്സ്റ്റ് ന്യൂസ്, പങ്കജ് അദ്വാനി വിൻസ് 24th വേൾഡ് ടൈറ്റിൽ ഇൻ ദോഹയിൽ വെച്ച് നടന്ന ഒരു വേൾഡ് ടൈറ്റിൽ ഇപ്പോൾ പങ്കജ് അദ്വാനി ജയിച്ചു. സോ Star India quizist Pankaj Advani grabbed his 24th world title when he triumphed at the IBSF 6 Red Snooker World Cup with a victory over Pakistan's Babar Masi in the final. അപ്പോൾ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് വേൾഡ് ടൈറ്റിലാണ് ദോഹയിൽ വെച്ചിട്ട് പങ്കജ് അദ്വാനി ജയിച്ചത്. പങ്കജ് അദ്വാനി റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നൂക്കറാണ്. സ്നൂക്കർ റിലേറ്റഡ് പ്ലെയറാണ് പങ്കജ് അദ്വാനി. So next news, Haryana was adjudged first in the country in installation of off-grid solar pumps under PM Kusum. So Haryana first state in the country in installation of grid solar pumps install ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റായി ഹരിയാന, അതായത് PM കുസുമിൻ്റെ അണ്ടറിൽ ഗ്രിഡ് സോളാർ പമ്പ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റായി ഹരിയാന. ഹരിയാന വാസ് അഡ്ജഡ്ജ്ഡ് ഫസ്റ്റ് ഇൻ ദ കൺട്രി ഇൻ ഇൻസ്റ്റലേഷൻ ഓഫ് ഗ്രിഡ് സോളാർ പമ്പ്സ് അണ്ടർ പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്താൻ മഹാഭിയാൻ with installation of 14,418 pumps against 15,000 sanctioned pumps for the year 2020-21. So Haryana is first state in the country in the installation of off-grid solar pumps under Pradhan Mantri Kusum. So ഹരിയാന റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഹരിയാനയുടെ കുറച്ച് സ്റ്റാറ്റിക് ജിക്കെ നോക്കാം. ഹരിയാനയുടെ ക്യാപിറ്റലാണ് ചണ്ഡീഗർ. ഹരിയാന ചീഫ് മിനിസ്റ്റർ മനോഹർ ലാൽ ഖത്താറാണ്. ഹരിയാനയുടെ ഗവർണർ ബണ്ടാരു ദത്താത്രേയ.
ഹരിയാനയിലത്തെ 2 നാഷണൽ പാർക്കാണ്, സുൽത്താൻപൂർ നാഷണൽ പാർക്കും കലേസർ നാഷണൽ പാർക്കും. പിന്നെ ദംദമ ലേക്ക്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലേക്സ് ഇൻ ഹരിയാന. അത് 3000 ഏക്കർ ഏരിയയിലാണ് കവർ ചെയ്ത് കിടക്കുന്നത് ദംദമ ലേക്ക്. പിന്നെ ചിൽച്ചില വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബിന്ദാവാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അബൂബ് ഷെഹർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബിർ ഷിക്കർഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കപർവാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, സരസ്വതി വൈൽഡ് ലൈഫ് സാങ്ച്വറി, നഹർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കോൽഹി റൈത്തൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതെല്ലാം ഹരിയാനയിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. പിന്നെ മാർക്കണ്ഡേശ്വർ ടെമ്പിളും ഗോരഖ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റും, ഇത് രണ്ടും ഹരിയാനയിലാണുള്ളത്. സോ നെക്സ്റ്റ് ന്യൂസ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഫോംസ് കമ്മിറ്റി ടു ഡ്രോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്സ്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം എഡ്യൂക്കേഷൻ മിനിസ്ട്രി കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. ആ കമ്മിറ്റിയിൽ 12 മെമ്പറാണ്. ദ 12 മെമ്പർ കമ്മിറ്റി വിൽ ബി ചെയർഡ് ബൈ ഫോർമർ ISRO ചീഫ് കെ കസ്തൂരിരംഗൻ. അപ്പോൾ ഫോർമർ ISRO ചീഫായിരുന്ന കെ കസ്തൂരിരംഗനാണ് ഈ 12 മെമ്പർ കമ്മിറ്റിയെ ലീഡ് ചെയ്യുക. So, K. Kasturirangan also chaired a drafting committee of National Education Policy 2020. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഒരുവിധം സ്റ്റാറ്റിക് GK എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു.